Okay, hello friends. ഫസ്റ്റ്ലി വൈ ദിസ് ചാനൽ എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. മെയിൻലി ഓപ്പണായിട്ട് ആളുകളോട് സംസാരിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാനങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ലൈഫിലുണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് ആരെയും വിശ്വസിക്കാനോ അല്ലെങ്കിൽ ആരുമായിട്ടും കൂട്ടുകൂടാനോ ഒന്നിനും താല്പര്യമില്ല ഇപ്പോൾ. സോ രാവിലെ മുതൽ ഏകദേശം 8 മണി വരെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാളോട് നമുക്കൊന്ന് സ്നേഹത്തോടെയോ അല്ലെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റാറില്ല. ഞാനൊരു സിംഗിൾ മദറാണ്. 2 മക്കളുണ്ട് എനിക്ക്, ഒരു മോളും ഒരു മോനും. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് എൻ്റെ മോളുണ്ടായതിന് ശേഷം ഞാൻ കുറച്ച് വർക്ക് ചെയ്തിരുന്നു. അതിന് ശേഷം വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ജോലിക്ക് കയറിയപ്പം സാലറിയൊക്കെ 8,000, 10,000, 12,000 അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പം എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യമൊന്നുമല്ല. അതിനുവേണ്ടി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. സോ പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല വീട്ടിൽ. അപ്പോൾ ഞാൻ ഇപ്പം എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 വീട്ടിൽ ഞാൻ വീട്ടു ജോലിക്ക് പോകുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ഈ 3 വീട്ടിലും മാറി മാറി ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാനൊരു ഓൺലൈൻ ജോബ് നോക്കിയിരുന്നു, ഒരു ടൈപ്പിംഗ് ജോബ് പോലെ. പക്ഷേ ആ ജോബ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം രാത്രി 8 മണിയാകും ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മക്കളുടെ കാര്യങ്ങൾ നോക്കണം, അവരുടെ പഠിപ്പ് കാര്യങ്ങൾ, ഫുഡ് ഉണ്ടാക്കുക, അതൊക്കെ. വീട്ടിൽ വേറെ ആരുമില്ല, ഞങ്ങൾ 3 പേരും ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം എനിക്ക് വേറൊരു ജോലി അതിൻ്റെ ഇടയിൽ രാത്രി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വേറെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു നല്ല ജോലി എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. ശരിയാവും. പിന്നെ യൂട്യൂബ് എന്തിനാന്ന് ചോദിച്ചാൽ എൻ്റെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ, എനിക്കിപ്പോൾ ഒരു 28 വയസ്സായി. സോ 28 വയസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആൻഡ് അത് എനിക്ക് ഓപ്പണായിട്ട് ആളുകളോട് സംസാരിക്കണം, ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പാടില്ല, ആരൊക്കെ വിശ്വസിക്കണം, ആരൊക്കെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ എനിക്ക് മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എസ്പെഷ്യലി ചെറിയ പെൺകുട്ടികളോട്. അപ്പം ഞാൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ജീവിക്കാം, എങ്ങനെയൊക്കെ ജീവിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ എനിക്ക് പറയണം. ഇപ്പം ഞാൻ കുട്ടികളെ കാണുമ്പോൾ പറയാറുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യണം എന്നൊക്കെ. സോ അതൊക്കെ എനിക്ക് യൂട്യൂബിലൂടെ ഇത് കാണുന്ന ഈ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കണ്ട് കേട്ട് മനസ്സിലാക്കണം എന്താണ് ജീവിതം എന്നുള്ളത്. നമ്മളൊരു 20 ലേറ്റ് 20s നമുക്ക് ലൈഫ് എന്താണെന്ന് മനസ്സിലായി തുടങ്ങുക. അതിന് ശേഷമുള്ള ജീവിതമാണ് നമ്മളുടെ ജീവിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിന് മുമ്പ് വരെയുള്ളതൊക്കെ നമ്മളൊരു ഇമാജിനേഷനിലുള്ള ഒരു ലൈഫാണ്. അതിന് ശേഷമുള്ള ജീവിതമാണ് എന്താണ് ജീവിതം നമ്മൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്നത്. സോ ആ മുന്നേ ഉള്ള ജീവിതത്തിൽ തന്നെ നമ്മളൊരുപാട് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യണം. എന്നാൽ മാത്രമേ അതിന് ശേഷമുള്ള നമ്മളുടെ ജീവിതം നമുക്കൊരു കൺട്രോൾ ഉണ്ടാവുള്ളൂ എല്ലാ കാര്യത്തിലും. സോ ഇനിയുള്ള വീഡിയോസിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, മാരേജ്, ഡിവോഴ്സ്, ചിൽഡ്രൻ, വർക്ക്, മണി, എവ്രിതിങ് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം നിങ്ങളിലേക്ക്. സോ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കേട്ടിട്ട്, അല്ലെങ്കിൽ കേൾക്കാൻ നിങ്ങൾക്ക് ടൈമുണ്ടെങ്കിൽ കേൾക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. സോ കേൾക്കുന്നവരോട് ഒരുപാട് നന്ദിയുണ്ട്.
സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, അത്ര മാത്രമേ പറയാനുള്ളൂ. ലോട്ട്സ് ഓഫ് ലവ്. താങ്ക് യു.